ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം ചൂണ്ടിക്കാട്ടി വീണ്ടും കോൺഗ്രസിനെ കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോറ്റിയും സ്വർണ്ണ വ്യാപാരിയും അടൂർ പ്രകാശിനും ആന്റണിക്കുമൊപ്പം സോണിയാഗാന്ധി കണ്ടതിൽ പ്രതിപക്ഷം മറുപടി പറയണമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘം കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്തത് സ്വാഭാവിക നടപടിയാണെന്നും SITയുടെ ഒരു കാര്യത്തിലും സർക്കാർ ഇടപെടുന്നില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപക്ഷത്തിനെതിരായ ആരോപണമുന ഉയർത്തുകയാണ് മുഖ്യമന്ത്രി. പ്രതിപക്ഷത്തിനെതിരായ കടന്നാക്രമണമായിരുന്നു ഇന്ന് വാർത്താസമ്മേളനത്തിൽ കണ്ടത്. സോണിയാഗാന്ധിയെ കാണാൻ അടൂർ പ്രകാശും ആന്റണിയും എങ്ങനെ തട്ടിപ്പുകാർക്കൊപ്പം ഒരുമിച്ചെത്തിയെന്നും പോറ്റി വിളിച്ചാൽ പോകേണ്ട ആളാണോ അടൂർ പ്രകാശ് എന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. ഇക്കാര്യത്തിൽ പ്രതിപക്ഷം മറുപടി പറയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. എങ്ങനെയാണ് ഈ മഹാ തട്ടിപ്പുകാർക്ക് സോണിയാഗാന്ധിയെ പോലുള്ള അതിപ്രാധാന്യമുള്ള സുരക്ഷിതത്വം ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത്? അതിൽ ഇവരുടെ പങ്കെന്താണ്? അല്ലെങ്കിൽ ആരാണ് പങ്കുവഹിച്ചിട്ടുള്ളത്? അതിന് ഉത്തരവാദി? അതല്ലേ ആദ്യം വ്യക്തമാക്കേണ്ടത്. മറുപടി പറയാനില്ലാത്തതിനാലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മേൽ പ്രതിപക്ഷം സംശയം ഉന്നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. അതേസമയം SITയുടെ അന്വേഷണത്തിൽ സർക്കാർ യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കുട്ടികൾ പറയാറില്ലേ, ഈ ഒന്നും പറയാനില്ല കൊഞ്ഞനം കുത്തുക, ആ ഒരു പരിപാടി സ്വീകരിക്കലാണോ വേണ്ടത്? എന്നാൽ പിന്നെ ഇരിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ചാർത്തി തന്നതുകൊണ്ട് ഞങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്വം വരുമോ? അപ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾക്കതിൽ ഈ അന്വേഷണം കൃത്യമായി നടക്കട്ടെ എന്ന നിലപാടേ ഉള്ളൂ. ഒരു ഘട്ടത്തിലും ഞങ്ങളതിനെ ഒരു തരത്തിലും തടസ്സപ്പെടുത്താൻ നിന്നിട്ടില്ല. അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ SITക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടാകും. സ്വാഭാവിക നടപടിയുടെ ഭാഗമായാണ് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT ചോദ്യം ചെയ്തതെന്നും മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഈ കാര്യത്തിൽ SIT അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരും. അതിൻ്റെ ഭാഗമായി അവർ ചോദ്യം ചെയ്യണമെന്ന് കാണുന്ന വ്യക്തികൾ ആരൊക്കെയാണോ അവരെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള അധികാരം SITക്ക് ഉണ്ടാവും. അവരത് ഉപയോഗിക്കുകയും ചെയ്യും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇതുവരെ കണ്ടത് CPIM-നും സർക്കാരിനുമെതിരായ പ്രതിപക്ഷ കടന്നാക്രമണമായിരുന്നു. എന്നാൽ സോണിയാഗാന്ധിക്കൊപ്പമുള്ള പോറ്റിയുടെ ചിത്രവും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാനുള്ള SIT നീക്കവുമെല്ലാം പ്രതിപക്ഷത്തിനെതിരെ തിരിച്ചടിക്കാനുള്ള ആയുധമാക്കുകയാണ് CPIM. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.